അങ്ങോട്ട് കോർണറുകൾ ഇല്ല കേട്ടോ. നിങ്ങൾ ഇരിക്കുന്നതിന്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് കോർണർ ഇല്ല. അവിടെ 2 അങ്കിൾമാർ നിൽക്കുന്നുണ്ട്, 3 അങ്കിൾമാർ നിൽക്കുന്നുണ്ടോ? അവിടെ എഡീറ്റ് നോക്കൊന്നും വേണ്ട, അതിന് മാത്രമൊന്നും ഇല്ല. അത് അവിടെ നമുക്ക് ഒരു കോർണർ ഉള്ളത്. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കോർണർ ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല. നമുക്ക് കോർണർ ഒക്കെ ഇതാ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടുമാണ്. നിങ്ങളുടെ മുന്നിലോട്ട് മാത്രമാണ് കോർണർ ഉള്ളത്. ഒരു കോർണർ മാത്രമേ അവിടെ ഉള്ളൂ. പുറകിലേക്കൊന്നും നമുക്ക് റോഡിന്റെ ഭാഗത്തേക്കൊന്നും കോർണർ ഇല്ല. ആ മൂലയിലേക്കൊന്നും കോർണർ ഇല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഒക്കെ മനസ്സിലായില്ലേ? എല്ലാ ഈവന്റിലും നിങ്ങൾ പങ്കെടുക്കണം. അതിന് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിന്നെങ്കിലേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. 25 ആള് 25 കുട്ടികളൊക്കെ നിൽക്കുന്നിടത്ത് പോയിട്ട് വരുന്ന കഴിഞ്ഞാൽ അരമണിക്കൂർ അവിടെ പോകും. പിന്നെ നിങ്ങൾക്ക് എല്ലാ കോർണറിലും എത്താൻ കഴിയില്ല. മനസ്സിലായോ? അപ്പൊ നന്നായിട്ട് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യുക. കാര്യങ്ങളൊക്കെ നല്ല കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക. റെഡിയാണോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് റൈറ്റ് ഹാൻഡിൽ ഉയർത്തി കാണിക്കുക. റൈറ്റ് ഹാൻഡിൽ നിങ്ങളുടെ കാർഡ് എല്ലാവരും ഉയർത്തി കാണിക്കുക. എല്ലാവരും ഉയർത്തി പിടിക്കുക കാർഡ്. 2 ആംഗിളൊന്നും വേണമെങ്കിൽ ശ്രദ്ധിക്കൂ. ഫോട്ടോ എല്ലാ കാർഡും ഓക്കെ. ഇനി ഒരു സെക്കൻഡ് സിറ്റാം. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആദ്യ ആന്റിമാരാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. എവിടെ 2-3 സ്ത്രീകള്, 2-3 ലേഡീസ് ഈ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്രം കുട്ടികൾ അങ്ങോട്ട് മാറി നിൽക്കൂ. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങോട്ട് മാറി നിൽക്കുക. ഷൗക്കത്ത് സാറിന്റെ കൂടെ അങ്ങോട്ട് ചെല്ലും. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവരങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തും. ഷൗക്കത്ത് മാഷേ കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തും. ആളുകൾ റെഡിയാണോ? നമ്മുടെ ജഡ്ജസ് ഒക്കെ അവരുടെ ആംഗിളിലേക്ക് പറ്റുന്ന അവരുടെ കോർണറിലേക്ക് പോവാം. അപ്പൊ ഈ ഐറ്റം നമ്മൾ നടത്തുന്നത് കുട്ടികളിലേക്ക് കുറച്ചൊക്കെ ഒരു സാഹസികതയോട് അല്പം താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഈ കുട്ടി ഇതാണ്ടോ അവർ ഈസി ആയിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും പിന്നിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇത്തിരി സാഹസികതയോടൊക്കെ ഒരു താല്പര്യം ജനിപ്പിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. ഈ ഐറ്റം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അക്ഷയ ജ്യോതിഷെല്ലാർക്കും അറിയാം
ലെറ്റസ് ഐഡന്റിഫൈ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മൾ നടത്തുന്നത്. ഇതിൽ കൂടെ കുട്ടികൾ ഇപ്പോൾ നേടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ അറിയുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുന്നുണ്ട്, സ്പർശിച്ച് നോക്കിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്മെല്ല് ചെയ്തിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ കുട്ടികൾക്ക് അവർക്ക് സുപരിചിതമായിട്ടുള്ളതാണെങ്കിലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്മെല്ല് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ, ഈ സാധനങ്ങൾ, ഈ ഒബ്ജക്ട്സ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐറ്റം നടത്തുന്നത്. ഈ ഐറ്റം എയിമിങ് എന്ന് പറയും. ഇതിൽ ഈ ഓബ്ജക്ട്സിലേക്ക് കുട്ടി അവിടെ നിന്ന് എറിഞ്ഞിട്ട് ഈ സാധനത്തിലേക്ക് കൊള്ളിക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ നമ്മൾ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. 3 ഓപ്ഷൻ നമ്മളിവിടെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടുത്തുനിന്ന് കുട്ടിക്ക് അത് അറിയാം, ഇത്തിരി ദൂരത്തുനിന്ന് അറിയാം, കുറേം കൂടി ദൂരത്തുനിന്ന് കുട്ടിക്ക് അറിയാം. അപ്പോൾ കുട്ടി ഇവിടെ ചോയ്സ് എടുക്കുകയാണ്, അവൻ്റെ ഓപ്ഷൻ എടുക്കുകയാണ്. കുട്ടി എവിടെ നിന്നാണ് അവന് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളത്. ഒരു ചാൻസേ നമ്മളവന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവന് കൂടുതൽ റിസ്ക് എടുത്തിട്ട് അവന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും, കുറഞ്ഞ റിസ്ക് എടുത്തിട്ട് അവന് കുറഞ്ഞ സ്കോർ അവന് നേടാം. അതിൽ ഏത് വേണമെന്നുള്ളത് കുട്ടിയുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ കഴിയണം. കുട്ടിക്ക് ഏതാണ് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ചിന്തിച്ച് ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്താനുള്ള ആ ഒരു കഴിവ് വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ എയിമിങ് എന്ന് പറയുന്ന ഐറ്റം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രീ ക്ലൈംബിംഗ് ആണിത്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനൊന്നും നമുക്കൊരാളെ കാത്തു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് തന്നെ സ്വന്തം റിസ്കിൽ ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു പേടിയുണ്ടാവും. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുക ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കുഴിയിലേക്ക് ഇറങ്ങാനും മുകളിലേക്ക് കയറാനും ചാടാനും ഒക്കെ നമുക്ക് പറ്റുന്നൊക്കെയുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസ്, അവരുടെ കഴിവ് ഈ രംഗത്തൊക്കെ വർദ്ധിപ്പിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ ചെയ്യുന്നത്. ഇതിനകത്ത് ട്രീ ക്ലൈംബിങ് അതുപോലുള്ള ചില മത്സരങ്ങൾ അപകടം പറ്റാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതിനെങ്ങനെയാണ് അപകടത്തിലേക്ക് കുട്ടികൾ ഒരിടത്തിൽ അപകടത്തിൽ ചെന്ന് ചാടല്ലേ ചെയ്യുന്നത്? എന്താണ്? അല്ല, യഥാർത്ഥത്തിൽ കുട്ടികൾ അപകടത്തിൽ ചെന്ന് ചാടല്ല ചെയ്യുന്നത്. ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു കുഴിയിലേക്ക് ഒരു കുട്ടി വീഴാൻ സാധ്യത എവിടെയുണ്ട് അവന്റെ ജീവിതത്തിൽ. ഇൻ കേസ് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അവന് രക്ഷപ്പെടാം? പലപ്പോഴും അവന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ട്രീയുടെ മുകളിൽ അല്പം ഒന്ന് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ജീവൻ അവന് രക്ഷിക്കാൻ പറ്റും. പക്ഷെ അവന് ഇത് നോക്കി നിൽക്കാൻ, അവനത് കയറാൻ അറിഞ്ഞൂടെങ്കിൽ, അതിനുള്ള ഒരു കോൺഫിഡൻസ് അവനില്ലെങ്കിൽ, ഈ ആർട്ട് അവനില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ്റെ മുമ്പിൽ ഒരു ജീവൻ പടഞ്ഞു മരിക്കുന്നത് ഇപ്പം കാണേണ്ടി വരും. അപ്പം ചെറുപ്പത്തിലേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകത നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത്തരം അവസരം നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇത്തരം അവസരങ്ങൾ കൊടുക്കാതിരുന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ കുട്ടികളെ രക്ഷകരായിട്ട് അല്ല നിൽക്കുന്നത്, നമ്മളെ യഥാർത്ഥത്തിൽ അവരെ അപകടപ്പെടുത്തുകയാണ്.